റിപ്പോർട്ടർ ബ്രേക്കിംഗ്. എംപിമാർ മത്സരിക്കാൻ ആഗ്രഹിച്ച സീറ്റുകൾ ഒഴിച്ചിടാൻ കോൺഗ്രസ്. ആ സീറ്റുകളിൽ ഇന്ന് പ്രഖ്യാപനമില്ല. കെ സുധാകരൻ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും പ്രഖ്യാപനം. ഹൈക്കമാൻഡ് നിലപാട് അറിഞ്ഞ ശേഷം തീരുമാനമുണ്ടാകും. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. നോബൽ, ഒരു 50ഓളം സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ടാവുന്നുണ്ട്. ഡൽഹിയിലെ ചർച്ചകളിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? എത്ര സീറ്റുകളിലാണ് തർക്കം നിലനിൽക്കുന്നത്? എംപിമാരുടെ കാര്യത്തിൽ ഇപ്പോൾ ഏത് തരത്തിലുള്ള ധാരണയാണ് രൂപപ്പെട്ടിരിക്കുന്നത്? നോബൽ മാരിക്കാരൻ. റീജിത്തെ, എംപിമാർ മത്സരിക്കുന്ന കാര്യത്തിൽ പാർട്ടി അല്പം പിന്നോട്ട് പോയിരിക്കുന്നു. മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടിൽ അല്പം പിന്നോട്ട് പോയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം എംപിമാർ പലരും പല മണ്ഡലങ്ങളും ആവശ്യപ്പെട്ടു. ഇപ്പോൾ അടൂർ പ്രകാശ് ആണെങ്കിൽ കോന്നി ആവശ്യപ്പെട്ടുണ്ട്. കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ നിലവിൽ നടക്കുന്ന ചർച്ചകളിൽ ഈ തരത്തിൽ എംപിമാർ ആവശ്യം ഉന്നയിച്ച മണ്ഡലങ്ങളിൽ തൽക്കാലം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടതില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഹൈക്കമാൻഡ് നാളെ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ആ കൂടിക്കാഴ്ചയിൽ എടുക്കുന്ന ഒരു തീരുമാനം അന്തിമ ധാരണയ്ക്ക് അനുസരിച്ച് മാത്രം മതി. ഈ പറഞ്ഞ കോന്നി അടക്കമുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപന തീരുമാനത്തിലേക്ക് ഇപ്പോൾ നേതൃത്വം എത്തിയിരിക്കുന്നു. അതായത് എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്ന പൂർണ്ണ നിലപാട് ഇപ്പോൾ അതേപടി തന്നെ മുന്നോട്ട് എടുത്തുവെക്കുന്നില്ല കോൺഗ്രസ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം കെ സുധാകരൻ വലിയ തരത്തിൽ അതൃപ്തിയിൽ നിൽക്കുന്നത് കണ്ണൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തെ അടക്കം പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. കോന്നിയിലാണെങ്കിൽ അടൂർ പ്രകാശ് മത്സരിക്കണമെന്ന ഉറച്ച നിലപാടിൽ നിൽക്കുന്നു. അത് മാത്രമല്ല, ഈഴവ സമുദായത്തിന് വിജയിക്കുന്ന സീറ്റുകൾ നൽകുന്നില്ല എന്നടക്കമുള്ള ആക്ഷേപം ശക്തമായി തന്നെ ഉയർന്നു. സാമുദായിക സമവാക്യം ഒരു പ്രശ്നമായി മാറുന്നു. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ എംപിമാർ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന സീറ്റുകളിലേക്ക് തൽക്കാലം ചർച്ച കൊണ്ടുപോകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് എംപിമാർക്ക് മത്സരിക്കാൻ ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ അവരെ തന്നെ അവിടെ പ്രഖ്യാപിക്കണം. നീക്കത്തിന്റെ ഭാഗമായാണോ ഇത്തരത്തിൽ മണ്ഡലങ്ങൾ ഒഴിച്ചിടുന്നത് എന്ന വലിയ സംശയം അവശേഷിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാവുകയും ചെയ്തത്. കാരണം എംപിമാർക്ക് മത്സരിക്കാൻ അനുമതി നൽകുകയാണെങ്കിൽ സ്വാഭാവികമായും കണ്ണൂരിൽ കെ സുധാകരനും കോന്നിയിൽ അടൂർ പ്രകാശും മത്സരിക്കും. നിലവിൽ കോന്നിയിൽ നിലവിലത്തെ DCC പ്രസിഡന്റ്, പത്തനംതിട്ട DCC പ്രസിഡന്റിന്റെ പേരാണ് നിലവിൽ പരിഗണനയുള്ളത്. ഒപ്പം അദ്ദേഹം പ്രത്യേകിച്ച് അടൂർ പ്രകാശ് മത്സരിക്കാൻ എത്തുകയാണെങ്കിൽ സ്വാഭാവികമായി അദ്ദേഹത്തിന് ആ സീറ്റ് നൽകേണ്ടി വരും. അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒഴിച്ചിട്ടുള്ള ചർച്ചയിലേക്ക് പോകാനുള്ള തീരുമാനം എന്താണെങ്കിലും നേതൃത്വം എടുത്തിരിക്കുന്നത്. അതായത് മുൻപ് സംസ്ഥാന നേതൃത്വം എടുത്ത നിലപാട് എന്ന് പറഞ്ഞാൽ എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ നിലപാടിൽ നിന്ന് സംസ്ഥാന നേതൃത്വം പിന്നോട്ട് പോയിരിക്കുന്നു. എംപിമാർ മത്സരിക്കാൻ ഉദ്ദേശിച്ച സീറ്റുകളിൽ തൽക്കാലം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേണ്ട എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ നേതാക്കൾ ഒരു തീരുമാനമായി എടുത്തിരിക്കുന്നത്. നോബൽ മാരിക്കാരൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട വിവരമാണത്. എംപിമാർ മത്സരിക്കാൻ ആഗ്രഹിച്ച സീറ്റുകളിൽ, താല്പര്യം അറിയിച്ച സീറ്റുകളിൽ വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേണ്ട എന്ന നിലപാടിലേക്ക് നേതൃത്വം എത്തുകയാണ്. ആ സീറ്റുകൾ ഒഴിച്ചിട്ട് മറ്റിടങ്ങളിൽ പ്രഖ്യാപനം നടത്താനുള്ള നീക്കമാണ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്.